എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വീടിൻ്റെ മുറ്റത്ത് എന്തോ ആലോചിച്ചെന്ന് വേണം അച്യുതൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്താ അച്ചുവേട്ടാ, എന്താ കാര്യം? ഇന്നലെ മുതൽ അതും ആ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് മാറ്റം തുടങ്ങിയതാണല്ലോ. എന്തേലും ഉണ്ട്, കാര്യം പറ, വെറുതെ മനസ്സിനായിട്ടിങ്ങനെ കുഴപ്പിക്കാതെ. അതിനുശേഷം അവരിങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം ഈ ആദിയുടെ പിന്നിലെ കാര്യം. 22 വർഷം മുമ്പ് തുടങ്ങിയ ആദിയല്ലേ ഇത്. മോളുടെ സ്വന്തം അച്ഛനും അമ്മയും വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. ഏട്ടനൊരു കാര്യം ആലോചിക്കണം. കുറച്ച് കഴിയുമ്പോൾ കെട്ടിച്ചു വിടേണ്ട പെണ്ണ. അപ്പോഴോ? ഇതിന് മറുപടി അച്യുതൻ, കെട്ടിച്ചു വിടുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ, അപ്പോഴും അവൾ നമ്മളുടെ മോള് തന്നെ ആയിരിക്കില്ലേ. ഇത് പക്ഷേ അങ്ങനല്ലല്ലോ. അച്യുതൻ്റെ മറ്റൊരു ചോദ്യം ഭാര്യയോടായിരുന്നു. നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ മോളുടെ സ്വന്തം അച്ഛനും അമ്മയും ഇവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? മറുപടി ഭാര്യ, അച്ചുവേട്ടാ ഇങ്ങനെ തലച്ചോറ് വിളമ്പുന്ന കാര്യമൊന്നും പറയല്ലേ. ഞാനതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. എന്നെ അതൊന്നും ഓർപ്പിക്കണ്ട. അച്ഛനും അമ്മയും മാറി ഇന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭൂമി അവിടേക്ക് വരുന്നത്. അച്ഛൻ്റെ അടുത്ത് എത്തിയ പാടെ ഭൂമി ഇങ്ങനെ ചോദിക്കുന്നു, എന്താ ഓർമ്മിപ്പിക്കേണ്ടെന്ന് അമ്മ പറയുന്നത് കേട്ടെ. ഞാനും കൂടെ അറിയട്ടെ നിങ്ങളുടെ അല്ലേ രഹസ്യം. എന്ത് രഹസ്യം? രഹസ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് അച്ഛൻ പറയുന്നത്. മറുപടി ഭൂമി, അപ്പോൾ രഹസ്യമില്ലേ? ഇല്ലെന്ന് അച്ഛൻ തീർത്തു പറയുന്നു. ഇതെല്ലാം പറഞ്ഞ ശേഷം ഭൂമി മറ്റൊരു കാര്യമാണ് അച്ഛനോടായി പറയുന്നത്. അച്ഛാ എന്താണെന്നറിയത്തില്ല, ഇപ്പം ദിവസേന ഞാൻ സ്വപ്നം കാണുക. ഇന്ന് സ്വപ്നം കണ്ടുവന്ന് അച്ഛൻ എടുത്തു ചോദിക്കുമ്പോൾ, അതെ അച്ഛാ, അന്ന് ആ വീട്ടിൽ കണ്ട സത്യദാസ് സാറിൻ്റെ ഭാര്യയും മകളും ഇല്ലേ, ആ അമ്മയും കുഞ്ഞുമായിരുന്നു സ്വപ്നത്തിൽ. ഇത് കേൾക്കുന്ന അച്യുതൻ ആകെ അസ്വസ്ഥനാകുന്നു. ആ അമ്മ ആ കുഞ്ഞിൻ്റെ പിന്നാലെ ഓടുന്നതൊക്കെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഭൂമി പറയുന്നു. ഭൂമി തുടരുകയാണ്, സത്യൻ സാറിൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. ഭാര്യ മകളെ നഷ്ടപ്പെട്ട് അവരുടെ ഓർമ്മകളിലാണ് സാർ ഇപ്പോഴും ജീവിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അച്യുതന് കുറ്റബോധം തോന്നുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്ന ഭൂമിയോട്, മോളെ നിൻ്റെ ആ മാല ഒന്ന് ഊറ്റിത്തരുമോ? അതെന്തിനാന്ന് ഭൂമി ചോദിക്കുമ്പോൾ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോക്ക് ഇതേ മോഡലിലൊരു മാല പണിപ്പിക്കാനെന്നാണ് അച്യുതൻ പറയുന്നത്. അങ്ങനെ ഭൂമി ആ മാല ഊരി അച്യുതൻ്റെ കൈ കൊടുക്കുന്നു. ഭൂമി ഇപ്പോൾ അച്ഛൻ്റെ ചികിത്സയ്ക്ക് ആവശ്യത്തിനായി പണസഹായത്തിന് മറ്റൊരു ബാങ്കിനെ സമീപിച്ചിരിക്കുകയായിരുന്നു. പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ബാങ്കിൻ്റെ ലക്ഷ്യമെന്നാണ് അവിടുത്തെ മാനേജർ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഒരു ബേക്കറി നടത്തുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളിത് റിജക്റ്റ് ചെയ്യാമെന്ന് അയാൾ നിർദ്ദാക്ഷിണ്യം പറയുന്നു. അവിടെ നിന്നിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഭൂമി മടങ്ങുന്നത്. ഈ സമയം സൗഭാഗ്യപുരത്താകട്ടെ സംഗീതയും മുത്തശ്ശിയും ചേർന്ന് സംസാരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒന്നും കഴിക്കാതിരുന്നത് എങ്ങനെയാ? ഇവിടെ മുത്തശ്ശി, എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് മാധവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാധവൻ മുത്തശ്ശിയോടെ പറയുന്നുണ്ട്, എനിക്കറിയാം അഞ്ജനയുടെ കാര്യം ഓർത്തിട്ടല്ലേ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ അമ്മേ, അതും ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർ വല്ല ചീത്ത കൂട്ടുകെട്ടിലും വീണിട്ടുണ്ടാവാം. ഇത്രയും കേൾക്കുന്ന മുത്തശ്ശി ദേഷ്യത്തോടെ സംഗീതയോട്, സംഗീതേ നീ പോയി 5000 രൂപ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊണ്ടുവച്ച് കൊടുത്തേ. ഇത് കേൾക്കുന്ന മാധവൻ, അമ്മ എൻ്റെ പൈസയുണ്ട്, ഇപ്പം എന്തിനാ ഇത്ര ഇത്? വേറൊന്നിനുമല്ല, നീ പോയി കുറച്ച് മദ്യം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കുടിച്ചോ. അതിന് ഞാൻ മദ്യപിക്കില്ലെന്നറിയില്ലെന്നാണ് മാധവൻ്റെ ചോദ്യം. നീ മദ്യപിക്കില്ലായിരിക്കാം, പക്ഷെ അത് ചെയ്യുന്നവരെ നീ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. ഇത്രയും കേട്ട ശേഷം മാധവ് മുത്തശ്ശിയോട് സോറി പറയുന്നു. ഇത്രയും സംസാരിച്ച ശേഷം സൗഭാഗ്യവതി മുത്തശ്ശി അഞ്ജനയും ഭവാനിയെ വിളിക്കാനും തനിക്ക് സംസാരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ രണ്ടുപേരും കൂടി പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എവിടേക്കോ പോയതെന്ന് ആർക്കും അറിയില്ലെന്ന് പറയുന്നു. ഈ സമയം തന്നെ മാധവൻ്റെ ഫോണിലേക്ക് ഒരു കോളും വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ അതിൽ നിന്നുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, മാധവൻ സാറല്ലേ, ഞാൻ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാ, മുത്തശ്ശിയുണ്ടോ? ഉണ്ടെന്ന് മാധവൻ പറഞ്ഞിട്ട് അമ്മയുടെ നേർക്കായി ഫോൺ കൊടുക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ കാര്യമെന്ന് മുത്തശ്ശി ചോദിക്കുന്നു. അവിടുത്തെ കൊച്ചുമക്കളുടെ കാര്യം പറയാനായിട്ടെന്നാ പൂജാരി പറയുന്നത്. അഞ്ജനു എന്ന് മുത്തശ്ശി എടുത്തു ചോദിക്കുന്നു. അതെ, ആ കുട്ടി തന്നെ. രാവിലെ തന്നെ അമ്പലത്തിന് ചുറ്റും 25 വട്ടം ഉരുൾച്ചയായിരുന്നു. അതിൽ തന്നെ ആ കുട്ടി ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ കയ്യിൽ കർപ്പൂരവും കത്തിച്ചു പിടിച്ച് ദേവിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിന് അവളുടെ അമ്മ കൂടെയില്ലേ? ഉണ്ടെന്നും അവർ പറഞ്ഞിട്ടൊന്നും മകൾ കേൾക്കുന്നില്ലെന്നാണ് പൂജാരിയുടെ മറുപടി. പിന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശി സംഗീതയും മാധവനും അജയും എല്ലാം അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ കണ്ടപാടെ സങ്കടം നടിച്ചുകൊണ്ട് ഭവാനി അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയുക. എൻ്റെ മോള് മരിക്കാനുള്ള മട്ടാണ്. മുത്തശ്ശി പിണങ്ങിയത് അവൾക്ക് തീരെ സഹിച്ചില്ല. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അമ്മ എന്നാണ് ഭവാനിയുടെ മറുപടി. അങ്ങനെ അവർ അഞ്ജനയുടെ അടുത്തെത്തി അജയ് അഞ്ജനയുടെ കയ്യിലുള്ള കർപ്പൂരം തട്ടിക്കളയുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടി ഈ കാണിക്കുന്നത്? അയ്യോ, കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുക മുത്തശ്ശി എന്നാണ് അഞ്ജനയുടെ മറുപടി. അഞ്ജന ഇപ്പോൾ സംസാരിക്കുകയാണ്, അച്ഛനില്ലാത്ത കുട്ടിയെ ഞാൻ അത്രയധികം സ്നേഹിച്ച മുത്തശ്ശി എന്നെ വളർത്തിയത്. മോളെ ഇന്നലെ ശരിക്കും എന്താ ഉണ്ടായെന്നാണ് മാധവൻ ചോദിക്കുന്നത്. ഇന്നലെ പൂജ കഴിയാറായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ റൂമിലിരുന്ന് മദ്യം കഴിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കോളയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവർ തന്നത്. പക്ഷെ അവരതിൽ മദ്യം കലർത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ലെന്നാണ് അഞ്ജന പറയുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ പോലും മദ്യം കഴിച്ചിട്ടില്ല. കാരണം മുത്തശ്ശിയായിരുന്നു എൻ്റെ വഴികാട്ടി.
ആ മുത്തശ്ശി പിണങ്ങിയതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ടെന്നാണ് അഞ്ജന പറയുന്നത്. ഭവാനി ഇപ്പോൾ അഞ്ജനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മേ, അജയനെ ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അജയനെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതായിപ്പോയി. ഇത്രയും കേട്ടപാടെ മുത്തശ്ശി അജയെ അഞ്ജനയുടെ അടുത്തേക്കായി പിടിച്ച് അവർ രണ്ടുപേരെയും കൈകൾ കൂട്ടിച്ചേർത്ത് ഇരുവരും ഇനി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്ന് പറയുന്നു. മാത്രമല്ല വിവാഹം എന്നുള്ള എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്നും മുത്തശ്ശി അറിയിക്കുന്നു. അതിനുശേഷം മുത്തശ്ശി ഭവാനിയോടായി എത്രയും പെട്ടെന്ന് അഞ്ജനയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് പൂജാരിക്ക് പണം നൽകുന്ന ഭവാനിയാണ്. ഞങ്ങളെ ഇതിനെല്ലാം സഹായിച്ച പൂജാരിക്ക് ഒത്തിരിയധികം പണം ഭവാനി നൽകുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞ് അയാളെ മടക്കി അയക്കുന്നു. എന്നാൽ നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് ഭവാനി പറയുന്നത്. ഇത് കേൾക്കുന്ന അഞ്ജന, എന്നാൽ ശരി, നമുക്ക് ഇവിടെ തന്നെ വെച്ച് ട്രീറ്റ്മെൻ്റ് അങ്ങ് നടത്തിയാലോ? അമ്മയെ എൻ്റെ ഡോക്ടറെന്ന് പറഞ്ഞ് കയ്യിൽ ഒട്ടിച്ചിരുന്ന കൃത്രിമമായിട്ടുള്ള തൊലി ഇളക്കി കളയുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛനയുടെ കയ്യിൽ പൊള്ളിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ കൃത്രിമമായിട്ടുള്ള സ്കിൻ ഒട്ടിച്ച് വെച്ച് അതിൻ്റെ പുറത്തായിരുന്നു അവർ കർപ്പൂരം വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ പ്ലാൻ വിജയിച്ചുവെന്നും മുത്തശ്ശിയെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റിക്കാൻ എളുപ്പമാണെന്നും ഭവാനി പറയുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവർക്ക് നമ്മളെപ്പറ്റി ഒരു സംശയവും തോന്നിയില്ല. അതേപോലെ തന്നെയല്ലേ സംഗീതയും മാധവനും. അവരെയും പറ്റിച്ച് നമ്മൾക്ക് ഏറെ കാലം സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ട്രീറ്റിനായി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു.